ഹലോ മക്കൾസ്, ബാബു സാറാണേ. എല്ലാവർക്കും +1 ഹിന്ദിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് ആഫീൽ എക്സാമിനേഷനൊക്കെ വരുന്നതാണ്. നമ്മൾ ക്വാർട്ടർലി എക്സാമിനേഷൻ നിങ്ങൾക്ക് സ്റ്റേറ്റ് ലെവൽ ഒരു എക്സാം ഉണ്ടായിരുന്നില്ല, അഡ്മിഷൻ പ്രോസസ്സ് ഒന്നും പൂർണ്ണമാകാത്തതുകൊണ്ട്. ഓക്കെ, ഇനി നമ്മൾ ആഫീൽ എക്സാമിനേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ക്വാർട്ടർലിയുടെ പാഠഭാഗങ്ങളിൽ നിന്ന് പഠിക്കണമോ അതോ അതിനുശേഷമുള്ള പാഠഭാഗങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ? ടോട്ടൽ 4 യൂണിറ്റ് ഉണ്ട്. ഏതൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് മക്കളെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സൈലം ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ മക്കളെ, നമുക്ക് നോക്കാം. നമുക്ക് ഹിന്ദി ഹൗ ടു സ്റ്റഡി, വാട്ട് ടു സ്റ്റഡി. ഹിന്ദി നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കൂ, നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത് നമ്മൾ ആദ്യം നോക്കുക. നിങ്ങൾക്ക് പരീക്ഷയിൽ 80 മാർക്കിന്റെ ചോദ്യമാണ് വരുന്നത്. 80 മാർക്കിന്റെ ചോദ്യങ്ങൾ. ആ ചോദ്യത്തിൽ പാറ്റേൺ എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ നമ്പറുകളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നോക്കൂ, 80 മാർക്കിന്റെ ചോദ്യം ചോദിക്കുന്നു. 1 മാർക്കിന്റെ ചോദ്യം 2 എണ്ണം ഏറ്റവും ചുരുങ്ങിയത് ഉണ്ടാവും, അപ്പോൾ 2 മാർക്ക്. ഓക്കെ, പിന്നീട് 2 മാർക്കിന്റെ ചോദ്യം 4 എണ്ണം ഉണ്ടാവും, അപ്പോൾ എത്ര മാർക്ക്? 8 മാർക്ക്. ഓക്കെ, 4, 2, 8 മാർക്ക്. പിന്നീട് 4 മാർക്കിന്റെ ചോദ്യം 6 എണ്ണം വരാം, 24 എണ്ണം, 24 മാർക്ക്. ഒരു പക്ഷേ ഈ 4 മാർക്കിന്റെ ചോദ്യം 5 എണ്ണമായി പരിമിതപ്പെടുത്തിയാൽ അവിടെ ഒരു 4 മാർക്ക് ബാക്കി വരും. ആ 4 മാർക്ക് ഇവിടെ 1 വേർഡ് ആയിട്ട് ചോദിച്ചേക്കാം. അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് 6 ചോദ്യങ്ങൾ വരെ 1 മാർക്കിന്റെ പ്രതീക്ഷിക്കാം. ഓക്കെ, ചില സമയത്ത് അങ്ങനെയും വരാറുണ്ട്. ഇവിടെ 5ലേക്ക് പരിമിതപ്പെടുത്തിയിട്ട് ഒരു 4 മാർക്ക് എടുത്തിട്ട് ഇവിടെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആക്കാറുണ്ട്. അങ്ങനെയും വരാം. ഓക്കെ, ഇനി 6 മാർക്കിന്റെ ചോദ്യം ഒരു 5 എണ്ണം വരാം, അപ്പോൾ 30 മാർക്കാണ് കിട്ടി. പിന്നീട് 8 മാർക്കിന്റെ ചോദ്യം 2 എണ്ണം, 16 മാർക്ക് അങ്ങനെ കിട്ടി. ചോദ്യം 2 or 3 കൊടുക്കും, പക്ഷെ നമ്മൾ 2 എണ്ണം അറ്റൻഡ് ചെയ്യണം. അങ്ങനെയാണ് 80 മാർക്ക്. അപ്പോൾ നമുക്ക് 1 മാർക്കിന്റെ ചോദ്യമുണ്ട്, 2 മാർക്കിന്റെ ചോദ്യമുണ്ട്, 4 മാർക്കിന്റെ ചോദ്യമുണ്ട്, 6 മാർക്കിന്റെ ചോദ്യമുണ്ട്, 8 മാർക്കിന്റെ ചോദ്യമുണ്ട്. ഇത്രയും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. അങ്ങനെ ടോട്ടൽ 80 മാർക്ക് ഉണ്ടാവും. ഓക്കെ, ശരാശരി ഓരോ മാർക്കിന്റെ ചോദ്യങ്ങൾ എത്ര വീതം ഉണ്ടാവും എന്നുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കുക ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾക്കാണ് ഈ മാർക്കുകളൊക്കെ ലഭ്യമാകുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ലഘു ഉത്തർ, ഒരു പക്ഷേ ലഘു ഉത്തരം നമ്മൾ എഴുതണം, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനും. എങ്ങനെയായാലും അതിന് 1 മാർക്കാണ് അത്തരം ചോദ്യങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, 2-3 വാക്യാംശമേ ഉത്തർ, 2 or 3 വാക്യത്തിൽ ഉത്തരം എഴുതുമ്പോൾ അത് നമുക്ക് 2 മാർക്കാണ് കിട്ടുക. ഓക്കെ, ജീവൻ വൃത്ത് സേ അനുച്ഛേദം എന്ന് പറഞ്ഞൊരു ചോദ്യം ഉണ്ടാവും. നമ്മൾ പഠിക്കാനുള്ള പാഠഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു സാഹിത്യകാരൻ്റെ പേരും കുറച്ച് കാര്യങ്ങൾ തന്നതിന് ശേഷം അതിനെ നിങ്ങൾ എന്താക്കണം, ആ ബയോഡാറ്റയിൽ നിന്ന് തരുന്നിരിക്കുന്ന ബയോഡാറ്റയിൽ നിന്ന് നിങ്ങൾ ഒരു പാരഗ്രാഫ് ഉണ്ടാക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ജീവൻ വൃത്തസെ അനുച്ഛേദം ചെയ്ത് കഴിഞ്ഞാൽ 4 മാർക്ക് ഉണ്ടാവും. ഡീറ്റെയിൽ എല്ലാം അവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഓക്കെ, പിന്നെ ചരിത്ര പർ ടിപ്പണി, ക്യാരക്ടർ സ്കെച്ച്, നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളിൽ നിന്ന് ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് കിട്ടുന്നത് 4 മാർക്കാണ്. വിഷയ്ക്ക് ആധാർ per ലേഖൻ, ഏതെങ്കിലും ഒരു വിഷയം തന്നതിന് ശേഷം, ഇപ്പോൾ സടക്കിക്ക് ദുർഘടന, റോഡാപകടങ്ങൾ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വിഷയങ്ങൾ തന്നിട്ട് അതിനെക്കുറിച്ച് ലേഖനം എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾ ലേഖനം എഴുതിയാൽ 4 മാർക്ക് ഉണ്ടാവും. പിന്നീട് താളികാക്കി സഹി ശബ്ദ ചുൻകറിലേക്ക് എന്ന് പറഞ്ഞാൽ മാച്ച് ദ ഫോളോയിങ് ആണ് ഉദ്ദേശിച്ചത്. അങ്ങനെ വരികയാണെങ്കിൽ 4 മാർക്ക് ഒരു പക്ഷേ അങ്ങനെ ഉണ്ടാവാം. ഓക്കെ, പലപ്പോഴും മാച്ച് ദ ഫോളോയിങ് പ്രത്യേകമായിട്ട് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അങ്ങനെ വരുന്നു. കവിതാക്കി ആസ്വാദൻ ടിപ്പണി, ഉറപ്പായിട്ട് നമുക്ക് വളരെ കൂടുതൽ കവിതകൾ പഠിക്കാനുണ്ട്. അവയ്ക്ക് ഉറപ്പാണ് 6 മാർക്ക് ഉണ്ടാവും ആസ്വാദൻ ടിപ്പണി എഴുതിയാൽ. പിന്നെ ഗണ്ഡക സംക്ഷേപൺ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന പാരഗ്രാഫിനെ 3-1 ചുരുക്കിയതാണ്. അത് 9 വരി തന്നാൽ അതിൽ നിന്ന് 3 വരി തിരഞ്ഞെടുത്ത് എഴുതിയാൽ പോരാ. 9 വരിയുടെ സമ്മറിയെ കൃത്യമായി മനസ്സിലാക്കി പൊട്ടിച്ച് നമ്മൾ ആശയം ഉൾക്കൊള്ളുന്ന വേറെ ചെറിയ വരികളാക്കി 3 എണ്ണം എഴുതണം. 3-1 ചുരുക്കി എഴുതണം. അല്ലാതെ ചില ആളുകളുണ്ട് മൊത്തത്ര വരിയുണ്ട് നോക്കിയാൽ അവിടെ നിന്ന് ഇവിടുന്ന് കുറെ വരി എഴുതിയിട്ട് കാര്യമില്ല. നോക്കൂ, അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കണം കൃത്യമായിട്ട്. അപ്പോൾ നമുക്ക് ഗണ്ഡക സംക്ഷേപൺ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ തന്നിരിക്കുന്നതിനെ 3-1 ചുരുക്കി എഴുതുമ്പോൾ 6 മാർക്കാണ് ഉണ്ടാകും. പലപ്പോഴും 2 or 3 വരി എഴുതാനേ ഉണ്ടാവും, 6 മാർക്ക് കിട്ടും. ഡയറി എഴുതിയാൽ നമുക്ക് 6 മാർക്ക്, പല കഥാപാത്രങ്ങളുടെ ഡയറി എഴുതാനുണ്ടാവും, 6 മാർക്ക്. പിന്നീട് നമുക്ക് വിജ്ഞാപൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പോസ്റ്ററിന്റെ വേറൊരു സംഭവം, നമ്മൾ SLCയിൽ പഠിച്ച പോസ്റ്ററാണ്, വേറൊരു സംഭവം അഡ്വർടൈസ്മെന്റ് ആണ്. മാർക്കറ്റിൽ ഇറങ്ങാൻ പോകുന്ന എന്തെങ്കിലും ഒരു വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ ടിവിയോ അല്ലെങ്കിൽ ഷാമ്പു, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സാധനത്തിനെ പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റ്, അതാണ് വിജ്ഞാപനം എന്ന് ഉദ്ദേശിച്ചത്. അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാർക്ക് ഉണ്ടാവും. പിന്നെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻ, വാർത്താലാപം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാർക്ക് ഉണ്ടാവും. अंग्रेजी खंड का हिंदी में अनुवाद ഒരു പക്ഷേ പലപ്പോഴും കാണുന്നുണ്ട് ഇംഗ്ലീഷ് പാരഗ്രാഫ് തന്നതിന് ശേഷം അതിനെ മൊഴിമാറ്റ അതിനെ നമുക്ക് ഭാഷയിലേക്ക് മാറ്റി ഹിന്ദിയിലേക്ക് മാറ്റി എഴുതണം ഓക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യണം
ആ പാരഗ്രാഫിനെ ഹിന്ദി പാരഗ്രാഫാക്കി മാറ്റണം. അങ്ങനെയുള്ളപ്പോൾ 6 മാർക്ക് ഉണ്ടാവും. പത്രരചന, കത്തെഴുതാൻ എന്തായാലും ഉണ്ടാവും, അതിന് 8 മാർക്കാണ് കത്തെഴുതിയാൽ കിട്ടുന്നത്. പിന്നെ ഭാഷൺ തയ്യാറാക്കാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഒരു സ്പീച്ച് തയ്യാറാക്കാൻ. അങ്ങനെ വരികയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് 8 മാർക്കാണ് ഉണ്ടാകുക. 8 മാർക്കിന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആത്മകഥാംശം, ഏതെങ്കിലും കഥാപാത്രത്തിന്റെ ആത്മകഥാംശം എഴുതുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് 8 മാർക്ക് ഉണ്ടാവും. സമാനാർത്ഥ ശബ്ദ്, അതിന് നിങ്ങൾക്ക് 8 മാർക്ക് ഉണ്ടാവും. എന്താ സമാനാർത്ഥ ശബ്ദ്? ഒരു സൈഡിൽ കുറെ ഇംഗ്ലീഷ് വാക്കുകൾ തരും, മറുവശത്ത് കുറെ ഹിന്ദി വാക്കുകൾ തരും. 8 ഇംഗ്ലീഷ് വാക്കും 8 ഹിന്ദി വാക്കും തരും. എന്നിട്ട് അത് ഡിസോർഡർ ആയിട്ടാണ് കൊടുക്കുക. അതിന് കൃത്യമായിട്ട് ഓരോ ഇംഗ്ലീഷിന്റെ ഹിന്ദി ഏതാണ് നോക്കി നിങ്ങൾ എഴുതാം. അതിങ്ങനെ സമാനാർത്ഥ ശബ്ദം എഴുതി കഴിഞ്ഞാൽ 8 മാർക്കാണ്, ഈസി ആയിട്ട് കിട്ടാവുന്നതാണത്. ഓക്കെ, അതൊക്കെ നമുക്ക് ഏതൊക്കെ വരിക നമ്മൾ പറയും. പിന്നെ പോസ്റ്റർ, അതിന് 8 മാർക്ക്. അപ്പോൾ അവിടെ വിജ്ഞാപൻ വേറെ ഉണ്ട്, പോസ്റ്റർ വേറെ ഉണ്ട്. ഇത് രണ്ടും വളരെ വ്യത്യാസമുണ്ട്. വിജ്ഞാപനം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കൂ 6 മാർക്കുണ്ട്, പോസ്റ്റർ എഴുതി കഴിഞ്ഞാൽ 8 മാർക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇത് രണ്ടും മാറിപ്പോവരുത്. അപ്പോൾ ഈ പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഇത്തരം രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് എന്നാണ്. എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് കുറേ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം പഠിച്ചുകൊണ്ടിരുന്നാൽ പോരാ. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളിലേക്ക് നമ്മൾ ശ്രദ്ധ പോയില്ലെങ്കിൽ നമുക്ക് മാർക്ക് ഉദ്ദേശിച്ച പോലെ വരില്ല. അപ്പോൾ ഓരോന്നിനും ഈ ഓരോ ചോദ്യങ്ങൾക്കും ഓരോ ഉത്തരങ്ങൾക്കും ഓരോ രീതിയിലുള്ള ഫോർമാറ്റുകളുണ്ട്. ആ ഫോർമാറ്റിൽ നിന്നുകൊണ്ട് വേണം അതിനെ കൃത്യമായിട്ട് ഡയറി എഴുതുമ്പോൾ എന്താണ് ഫോർമാറ്റ്, ലെറ്റർ എഴുതുമ്പോൾ എന്തൊക്കെ പാലിക്കണം, ആത്മകഥാംശം എഴുതുമ്പോൾ എന്തൊക്കെ പാലിക്കണം, വാർത്താലാപം ഉണ്ടാകുമ്പോൾ എന്തൊക്കെ പാലിക്കണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കൊണ്ടുവേണം നമ്മൾ ആ കാര്യങ്ങളിലേക്ക് പോകാൻ. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഈ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക. ഈ ചോദ്യങ്ങൾ എല്ലാം കൂടെ വരില്ല, എല്ലാം കൂടെ വരുമ്പോൾ 80 മാർക്കിൽ കൂടുതലായി പോകും. ഓക്കെ, മൊത്തത്തിൽ വരാനുള്ള ലിസ്റ്റുകളാണ് ഞാൻ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ പാഠങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. നോക്കൂ, ഇക്കായ് ദോ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ടോട്ടൽ 4 യൂണിറ്റ് ആണ് നിങ്ങൾക്കുള്ളത്. ഇക്കായ് 1 2 3 4. പക്ഷേ നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ആഫിൽ എക്സാമിനേഷന് ഇക്കായ് ദോ പഠിക്കണം, പിന്നെ 3 പഠിക്കണം. പിന്നെ നോക്കുക ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇക്കായ് ദോയിലെ യൂണിറ്റ് 2 ചാന്ദ് സിത്താരെ എന്ന യൂണിറ്റ് പേര്, ചന്ദ്രൻ നക്ഷത്രങ്ങൾ എന്നാണ് പേര്. അതിൽ നമുക്ക് നോക്കൂ, ഒന്ന് നമുക്ക് കബീർ ദാസിന്റെ ദോഹ പഠിക്കാനുണ്ടാവും. ഓക്കെ, ഈ ദോഹയിൽ ഈ 2 വരി ദോഹകൾ തന്നിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതാനുണ്ടാവും. എങ്ങനെയാ ചോദ്യം വരുന്നത് പറയാം. പിന്നെ ഫിൽമി സമീക്ഷ, ബ്ലാക്ക് സ്പർശ് ജഹാം ഭാഷ ബൻ തഹൈ. ഇവിടെ നിങ്ങൾക്ക് ബ്ലാക്ക് സിനിമയെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ ഈ പാഠവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സിനിമയെ കുറിച്ച് എഴുതാനാണ് പറയുന്നത്. 8 മാർക്കാണ് വരിക. ഓക്കെ, ഇനി നിങ്ങളോട് ചോദിക്കുന്നത് സമ്പാദകി, ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പത്രങ്ങളിൽ നിങ്ങൾ കാണില്ലേ ഒരു എഡിറ്റോറിയൽ ഉണ്ടാവില്ലേ, എഡിറ്റോറിയൽ എഴുതാൻ വേണ്ടി വന്നേക്കാം. അതാണ് സമ്പാദകി എന്ന പാഠം. ഇനി 2ാമത്തെ യൂണിറ്റിലെ ചാന്ദ് സിതാര എന്ന് പറഞ്ഞ 2ാമത്തെ യൂണിറ്റിലെ 4ാമത്തെ പാഠം ചാന്ദ് ഓർ കവി, ചന്ദ്രനും കവിയുമാണ് രാംധാരി സിംഗ് ദിനകർജിയുടെ. ഓക്കെ, ഇതാണ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഈ 4 പാഠങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട്. ഇനി അടുത്ത നമുക്ക് പഠിക്കേണ്ടത് ഇക്കായ് 3 ആണ്. യൂണിറ്റ് 3 പഠിക്കണം. ജാൻ പഹച്ചാൻ, അറിവും തിരിച്ചറിവും എന്നാണ്. ഓക്കെ, പലർക്കും എന്തുണ്ട്, ജാനുണ്ട്, അറിവുണ്ട്, പക്ഷേ പഹച്ചാൻ തിരിച്ചറിവില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതാണ് യൂണിറ്റിന്റെ പേര്. ഇതിൽ നമുക്ക് ആനന്ദ് കി ഫുൽച്ചെടിയാം എന്നുള്ളത് അനന്ത് ഗോപാൽ ഷേവടയുടെ 5 സംഭവങ്ങൾ ജീവിതത്തെ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയും ജീവിതം ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടും ഓരോ സ്ഥലത്തും നാം ചെല്ലുമ്പോൾ നാം എന്തൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു, നമ്മൾ ചെല്ലുന്ന സമയത്ത് അയാൾക്കും സന്തോഷം, അയാൾ ഏതവസ്ഥയിലായാലും നമ്മളെ വരവോടുകൂടി അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടാവണം, പോരുന്ന സമയത്ത് തിരിച്ച് നമുക്കും സന്തോഷം ഉണ്ടാവണം. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് കാണിക്കുന്ന 5 സംഭവങ്ങളാണ് ആനന്ദ് കി ഫുൽച്ചെടിയാം, ആനന്ദത്തിന്റെ പൂത്തിരികൾ എന്നാണ്. ഫുൽച്ചെടിയാം എന്നാണ്, പൂത്തിരികൾ എന്നാണ്. അതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങളുടെ 5 സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ട് കോൺവെർസേഷനെ 5 സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ട് ലേഖനങ്ങളൊക്കെ വരാനുണ്ട്. ഓക്കെ, ഡീറ്റെയിൽ നമുക്കറിയാം. പിന്നെ പത്തർ കി ബെഞ്ച് കവിതയാണ്. ചന്ദ്രകാന്ത് ദേവാലയുടെ പത്തർ കി ബെഞ്ച് എന്ന് പറഞ്ഞ കവിത നമുക്ക് പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് കവിതയാണ്. അടുത്ത് നമുക്ക് അനുവാദ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ട്രാൻസ്ലേഷൻ ചെയ്യാൻ വേണ്ടി നമ്മളോട് വന്നേക്കാം. അത് ഇംഗ്ലീഷ് വാക്കുകൾ ഹിന്ദി ആക്കാനും വരും, ഇംഗ്ലീഷ് പാരഗ്രാഫിനെ ഹിന്ദി ആക്കാനും വരും. ഏതെങ്കിലും ഒന്ന് ഉറപ്പാണ്. അപ്പോൾ എങ്ങനെയാണ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എത്രമാത്രം അറിയാമെന്നുള്ള ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരിക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വി ഷാൾ ഓവർകം സം ഡേ എന്നുള്ളതിൻ്റെ ആ ഹിന്ദിനെ ഇംഗ്ലീഷിനെ ഹിന്ദിയാക്കി നോക്ക്. ഹോങ്കെ കാമയാബ് ഏക് ദിൻ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കാവ്യഭംഗി നഷ്ടപ്പെടാതെ അതേ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കണ്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുമ്പോൾ കാവ്യഭംഗിയും അതിൻ്റെ സത്തും ചോർന്നു പോവാതെ അതുപോലെ രീതിയിലേക്ക് മൊഴി മാറ്റം ചെയ്യുന്നതിനെ കുറിച്ചാണുള്ള അറിവാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് നമുക്ക് 2ാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ള അവസാനത്തെ പാഠം എന്ന് പറയുന്നത് ദുഃഖ് എന്ന് പറയുന്ന കഹാനിയാണ്. 2ാമത്തെ യൂണിറ്റിൽ അറിവും തിരിച്ചറിവും അല്ലേ. നമുക്കൊരു കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുന്നതാണ്. അതിൻ്റെ അകത്തൊരു കുട്ടിയെ നിങ്ങൾ കാണാം.
യശ്പാൽ ജി എഴുതിയ മനോഹരമായ കഥയാണ് ദുഃഖ് അല്ലേ. ദിലീപും ഹേമയും തമ്മിലുള്ള ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കങ്ങളാണ് അതിൽ മനോഹരമായി അവതരിപ്പിക്കുന്നത്. അതിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും ഒക്കെ നമുക്ക് വീഡിയോയിലൂടെ വരാം. അടുത്തത്, നിങ്ങൾ ഈ 2ാമത്തെ യൂണിറ്റും 3ാമത്തെ യൂണിറ്റും മാത്രം പഠിച്ചാൽ മതിയോ? 4ാമത്തെ യൂണിറ്റ് മോഡൽ എക്സാം ആകുമ്പോൾ പഠിച്ചാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വാർട്ടർലിയുടെ പാഠഭാഗങ്ങളിൽ നിന്ന് സ്റ്റേറ്റ് ലെവൽ എക്സാം വരാത്തത് കൊണ്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ? കാരണം ക്വാർട്ടർലി എക്സാമിനേഷൻ നിങ്ങൾ ഓരോ സ്കൂളുകളിലും എടുത്ത പാഠത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു ചോദ്യങ്ങൾ. അപ്പോൾ ഇത് അവരില്ല വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 1ാമത്തെ ഇക്കായിയേക്ക് സപ്നെ സുഹാനെ സുന്ദര സ്വപ്നങ്ങൾ എന്ന് പറയുന്ന 1ാമത്തെ യൂണിറ്റിലെ 4 പാഠങ്ങളും കൃത്യമായിട്ട് പഠിച്ചു പോയില്ലെങ്കിൽ 80 മാർക്കുകൾ കുറഞ്ഞു പോകും. അപ്പോൾ 2ാമത്തെ യൂണിറ്റ് 3ാമത്തെ യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1ാമത്തെ യൂണിറ്റ് നിങ്ങൾ സ്കൂളിനെ ആസ്പദമാക്കി പരീക്ഷകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഹാഫ് ഇയർലിക്ക് വരുന്ന സ്റ്റേറ്റ് ലെവൽ ക്വസ്റ്റ്യനിൽ നമുക്ക് ക്വാർട്ടർലിയുടെ പാഠഭാഗങ്ങളും വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതേതൊക്കെ? അനുതാപ് എന്ന് പറയുന്ന ലഘുകഥ പഠിക്കണം. സുകേഷ് സാഹിനിയുടെ വളരെ പ്രധാനപ്പെട്ട ഹൃദ്യമായ ഒരു പാഠമാണ്. അതിൽ കഥാപാത്രങ്ങളുടെ ഒരുപാട് സംഭവങ്ങളുണ്ട്, കോൺവെർസേഷൻ ഉണ്ട്, കഥാപാത്രത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് റിക്ഷാവാലയുടെ കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മധുർദു എന്ന് പറയുന്ന കവിത ഉണ്ട്, ജയശങ്കർ പ്രസാദിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവിതയാണ്. ആ കവിത നമ്മൾ പഠിക്കണം. പിന്നീട് നമ്മൾ പത്ര, ഇത് നമുക്ക് ഉറപ്പാണ്. വിവരാവകാശ പ്രകാരം നമുക്ക് സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് എഴുതുന്ന കത്ത് എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് പഠിക്കാനുള്ളതാണ്. ആ ചോദ്യം നമുക്ക് ആ പാഠവുമായി ബന്ധപ്പെട്ട് ഉറപ്പായും ചോദിക്കും. പിന്നീട് നമുക്ക് അവസാനത്തെ പാഠമായ ജുലൂസ് എന്ന് പറയുന്ന നാട്യരൂപാന്തരം ചിത്ര മുദ്ഗൽജിയുടെ ഒരു നാടകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഈ കാര്യങ്ങൾ കൃത്യം, ഇത് എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ് 1ാമത്തെ യൂണിറ്റുകളൊക്കെ. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതുമാണ്. ആ ധാരണയും അതും കൂടി പഠിച്ചു വെച്ച് പോയെങ്കിൽ മാത്രമേ പരീക്ഷയിൽ ഞാൻ ആദ്യം കാണിച്ച പോലുള്ള മുഴുവൻ ക്വസ്റ്റ്യൻ, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓരോ പാഠഭാഗത്തിൽ ഏതൊക്കെ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് കൃത്യമായിട്ട് പഠിക്കണം. അവസാന നോട്ട്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് സെൻഡ് ചെയ്തിരും. ഓരോ വീഡിയോയിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് വീഡിയോസ് വരും. ആ പാഠവുമായി ബന്ധപ്പെട്ട നോട്ട്സുകൾ നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫുൾ മാർക്ക് സ്വന്തമാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ലിങ്ക് നിങ്ങൾ മുഴുവൻ സുഹൃത്തുക്കൾക്കും, ഹിന്ദി സുഹൃത്തുക്കൾക്കും മുഴുവൻ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഓരോ വീഡിയോസും ചാപ്റ്റർ ബേസും നിങ്ങൾക്ക് വീഡിയോസ് വരും. അപ്പോൾ അതിൻ്റെയൊക്കെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോട്ട്സ് വരും. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഹിന്ദിയിൽ നമുക്ക് ബാബു സാർ കൂടെ ഉണ്ട്, സൈലം കൂടെ ഉണ്ട്. നമുക്ക് ഫുൾ മാർക്ക് സ്വന്തമാക്കണം. ഓക്കെ, ബൈ.